പ്രണയിനി ഭാഗം 24. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ കയ്യിലെ ക്യാരറ്റ് കടിച്ചുകൊണ്ട് കീർത്തു പോയി ഡോർ തുറന്നു. എന്നാൽ തൊട്ടു മുന്നിൽ എഡ്ഡിയുടെ നെഞ്ചോരം നാണത്തോടെ പതുങ്ങി നിൽക്കുന്ന ആരുനെയും അവളെ പ്രണയത്തോടെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന എഡ്ഡിയെയും കണ്ട കീർത്തുവിൻ്റെ വായിലെ ക്യാരറ്റ് താഴേക്ക് വീണുപോയി. നീ എന്താടി പെണ്ണെ ഞങ്ങളെ ഇതുവരെ കാണാത്തതുപോലെ നോക്കി നിൽക്കുന്നേ? ആരുനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അകത്തു കയറിയ എഡ്ഡി അന്തം വിട്ട് നിൽക്കുന്ന കീർത്തുവിൻ്റെ തലയിൽ ചെറുതായി ഒന്ന് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. ചേട്ടായി, ആരു, ഇതെപ്പോൾ സംഭവിച്ചു? അത്ഭുതവും സന്തോഷവും നിറഞ്ഞ മുഖത്തോടെ കീർത്തു ചോദിച്ചപ്പോൾ ആരു പെട്ടെന്ന് കീർത്തുവിനെ കെട്ടിപ്പിടിച്ചു. എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലടാ. ഞാൻ ഇനിയും എഡ്ഡിച്ചൻ്റെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് ആവില്ലായിരുന്നു. അതുകൊണ്ടാണ്. പതിയെ ആരു പറഞ്ഞപ്പോൾ കീർത്തു ചെറുപുഞ്ചിരിയാലെ അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ദേഷ്യമൊന്നുമില്ലടാ. ഇതെങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ചേട്ടായി തന്നെയാണ് നിനക്ക് വിധിച്ച ആൾ. ദേ, ഈ കരങ്ങളിൽ മരണം വരെ നീ സുരക്ഷിതയായിരിക്കും. ആരുവിൻ്റെ കൈ പിടിച്ച് എഡ്ഡിയുടെ കൈയോട് ചേർത്തുകൊണ്ട് കീർത്തു നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആരുവും എഡ്ഡിയും പരസ്പരം നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. ആരുട്ടി. പെട്ടെന്ന് അപ്പുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആരു പതിയെ കീർത്തുവിൻ്റെ പിറകിൽ നോക്കിയപ്പോൾ കണ്ട് ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അർണവിനെ. ഓടി അവൻ്റെ നെഞ്ചിൽ വന്ന് ചേരുമ്പോൾ കാറും കോളും ഒഴിഞ്ഞ ആകാശം പോലെയായിരുന്നു ഇരുവരുടെയും മനസ്സ്. ഏട്ടാ, ഞാൻ... വേണ്ട മോളെ, ഞാനെല്ലാം കേട്ടു. ഏട്ടന് സന്തോഷം മാത്രമേ ഉള്ളൂ. എവിടെയായാലും ഏട്ടൻ്റെ കുട്ടി എന്നും സന്തോഷത്തിൽ ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി ഏട്ടന്. ആരുവിനെ പറയാൻ സമ്മതിക്കാതെ അപ്പു അത് പറഞ്ഞപ്പോൾ ആരു ഒന്ന് വിതുമ്പിപ്പോയിരുന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്ന ശേഷം അപ്പു ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എഡ്ഡിക്കരികിലേക്ക് നടന്നു. എഡ്ഡി, നിന്റെ ജീവനാണ് ഇവളെന്നറിയാം. ഒരിക്കലും ഇവളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും നീ മുതിരരുത്. അപ്പു പറഞ്ഞപ്പോൾ എഡ്ഡി തലയാട്ടി ചിരിച്ചുകൊണ്ട് ആരുവിനെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അതെ, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ ദേ ഇവളെ അങ്ങ് കൂട്ടുവാണേ. കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇടയിൽ കയറി ആരുവിൻ്റെ കയ്യിൽ പിടിച്ച് ഓടുന്നതിനിടയിൽ കീർത്തു വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഇരുവരും പൊട്ടിച്ചിരിച്ചുപോയി. എന്നാൽ അവർ കിച്ചണിൽ പോയി കഴിഞ്ഞപ്പോൾ അതുവരെ ചിരിയോടെ നോക്കി നിന്ന അപ്പുവിൻ്റെ മുഖം ഗൗരവമായി. എഡ്ഡി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പു അത് പറഞ്ഞപ്പോൾ തന്നെ എഡ്ഡിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ഇരുവരും അവിടെയുള്ള ഒരു മുറിയിൽ കയറി ഡോർ ക്ലോസ് ചെയ്തു. ഇതേ സമയം നന്ദൻ്റെ ഫ്ലാറ്റിൽ കുടിച്ച് അവശനായി ഹാളിലെ സോഫയിൽ ഇരിക്കുകയാണ് നന്ദൻ. ശില്പ ആണെങ്കിൽ വന്നപ്പോഴുള്ള അവൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ വെറുപ്പോടെ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാനാവാത്ത ഒരവസ്ഥയിലായിരുന്നു അവൻ. കുഴഞ്ഞ നാക്കുകളോടെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആരുവിനെ പറ്റി മാത്രമായിരുന്നു. ഇല്ല ആരു, എനിക്ക് വേണം നിന്നെ. ഞാൻ ആർക്കും കൊടുക്കില്ല. നീ എൻ്റെ ആണ്, എൻ്റെ പ്രണയം. ഞാനല്ലേ നിന്നെ ആദ്യം പ്രണയിച്ചത്. അപ്പോൾ പിന്നെ നീ എൻ്റെ സ്വന്തമല്ലേ ആവേണ്ടത്. അതുകൊണ്ട് ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെയാ നീ, എൻ്റെ മാത്രം. എഡ്ഡി ആണേലും വേറെ ആരെങ്കിലും ആണേലും നിന്നെ സ്വന്തമാക്കാൻ ഞാൻ അവനെ വിടില്ല. അതിനുവേണ്ടി മാത്രമാണ് ആ കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറാൻ തീരുമാനിച്ചത്. എനിക്കറിയാം ഇപ്പോഴും നിൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടാകുമെന്ന്. അത് വെച്ച് ഞാൻ നിന്നെ നേടിയിരിക്കും. വിടില്ല ഞാൻ. ലവ് യു ആരു. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നന്ദൻ മയങ്ങി സോഫയിലേക്ക് വീണു. എന്നാൽ ആ സമയം ഡോറിൻ്റെ വിടവിലൂടെ അവൻ പറയുന്നതൊക്കെയും വീഡിയോ റെക്കോർഡ് ചെയ്ത ശില്പയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങളുടെ സന്തോഷം തകർക്കാൻ എനിക്കിതൊക്കെ ധാരാളം. ഇനിയും എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ ക്രൂരമായൊരു ചിരിയോടെ ആ വീഡിയോ കീർത്തുവിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു. നീ എന്താ അർണവ് പറയുന്നത്? അവന് വീണ്ടും എൻ്റെ പെണ്ണിനെ? ശില്പ പറഞ്ഞതറിഞ്ഞ എഡ്ഡി ദേഷ്യം കൊണ്ട് വിറക്കാൻ തുടങ്ങി. ഡാ, നീ ഇങ്ങനെ ചൂടാവാതെ. അവൻ ഡാഷാണ്, അത് മാറാൻ പോണില്ല. പിന്നെ ആരോ, അവളിനി അവൻ വന്ന് വിളിച്ചാൽ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എഡ്ഡിയുടെ തോളിൽ കൈ അമർത്തിക്കൊണ്ട് അപ്പു പറഞ്ഞു. അവനെന്നല്ല, കർത്താവ് തന്നെ നേരിട്ട് വന്ന് വിളിച്ചാലും ആദ്യം എന്നെ വിട്ട് എവിടെയും പോകില്ല. അതെനിക്ക് ഉറപ്പാണ്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിലും മുഖത്തും അവളോടുള്ള വിശ്വാസം നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ അപ്പുവിൻ്റെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഇനി അവനെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ എഡ്ഡി. എത്ര പറഞ്ഞാലും കീർത്തുവിൻ്റെ ഏട്ടനായതുകൊണ്ടും ആ സംഭവത്തിന് ശേഷം പിന്നെ അവൻ്റെ പ്രശ്നമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ പിന്നെ ഒന്നിനും നിൽക്കാനത്. ഗൗരവത്തോടെ അപ്പു പറഞ്ഞു. അവനുള്ള ആദ്യ പണി നമ്മുടെ കമ്പനിയിലെ ജോലി, രണ്ടാമത്തേത് ഇന്ന് കഴിഞ്ഞു. പക്ഷെ ഇനി അങ്ങനെയല്ല. എൻ്റെ പെണ്ണിനെ അവൻ വീണ്ടും മോഹിച്ചു തുടങ്ങി എന്നറിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ കാലനായി ഞാൻ മാറിക്കഴിഞ്ഞു. ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നവന് തോന്നണം. പകയോടെ എഡ്ഡി പറഞ്ഞപ്പോൾ അതേ മുഖഭാവമായിരുന്നു അപ്പുവിനും.
പക്ഷേ എഡ്ഡി, ആരും ഇതൊന്നും അറിയണ്ടാട്ടോ. വീണ്ടും ഇതൊക്കെ അറിഞ്ഞാൽ അവൾ തളർന്നു പോകും. എന്തോ ഓർത്തുകൊണ്ട് അപ്പു പറഞ്ഞപ്പോൾ എഡ്ഡി ശരി എന്ന രീതിയിൽ തലയാട്ടി. പിന്നെയും അവർ പല കാര്യവും സംസാരിച്ചിരുന്നു. കൂടുതലും അവർ പറഞ്ഞത് നന്ദനെയും ശില്പയെയും കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യമായ സ്വഭാവം മനസ്സിലാക്കാൻ എഡ്ഡിക്ക് സാധിച്ചു. ഇതേസമയം കിച്ചണിൽ ചപ്പാത്തി ചുടുകയാണ് കീർത്തു. കൂടെ നിന്ന് ആരോ കുറുമയും ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചും പരസ്പരം കളിയാക്കിയും അവർ അവരുടേതായ ലോകത്തായിരുന്നു. അപ്പോഴാണ് കീർത്തുവിൻ്റെ ഫോണിൽ എന്തോ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ശബ്ദം കേട്ടത്. ആരു, ആ മെസ്സേജ് ഒന്ന് നോക്കാമോടാ? ചിലപ്പോൾ ഓഫീസിൽ നിന്നാവും. കീർത്തു പറഞ്ഞപ്പോൾ ആരു ഒന്ന് തലയാട്ടിക്കൊണ്ട് ഹാളിലേക്ക് നടന്നു. എന്നാൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഓണാക്കിയ ആരു അറിയാത്ത നമ്പറിൽ നിന്നും ഒരു വീഡിയോ വന്നത് കണ്ട് സംശയത്തോടെ അത് ഓപ്പൺ ചെയ്ത് നോക്കി. അതിലെ വീഡിയോ അവൾ ഓൺ ചെയ്തു. ഇല്ല ആരു, എനിക്ക് വേണം നിന്നെ. ഞാൻ ആർക്കും കൊടുക്കില്ല. നീ എൻ്റെയാണ്, എൻ്റെ പ്രണയം. ഞാനല്ലേ നിന്നെ ആദ്യം പ്രണയിച്ചത്. അപ്പോൾ പിന്നെ നീ എൻ്റെ സ്വന്തമല്ലേ ആവേണ്ടത്. അതുകൊണ്ട് ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെയാ നീ, എൻ്റെ മാത്രം. എഡ്ഡി ആണേലും വേറെ ആരെങ്കിലും ആണേലും നിന്നെ സ്വന്തമാക്കാൻ ഞാൻ അവനെ വിടില്ല. അതിനുവേണ്ടി മാത്രമാണ് ആ കമ്പനിയിൽ ഞാൻ ജോലിക്ക് കയറാൻ തീരുമാനിച്ചത്. എനിക്കറിയാം ഇപ്പോഴും നിൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടാകുമെന്ന്. അത് വെച്ച് ഞാൻ നിന്നെ നേടിയിരിക്കും. വിടില്ല ഞാൻ. ലവ് യു ആരു. വീഡിയോയിൽ കൊയന്ന നാക്കോടെ നന്ദൻ പറയുന്നത് കേട്ട ആരു ഞെട്ടിത്തെറിച്ചുകൊണ്ട് നിന്നുപോയി. അങ്ങനൊന്നും അവൾ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന പഴയകാല ഓർമ്മകളും പിന്നെ ഇപ്പോൾ നന്ദൻ പറഞ്ഞതുമൊക്കെ മനസ്സിൽ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ ബോധം മറഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു. ഇതേ നേരം ഹാളിൽ പോയ ആരുവിനെ കാണാതെ വന്നപ്പോൾ കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് വന്ന കീർത്തു കാണുന്നത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ആരുവിനെയാണ്. അതിനടുത്തായി കീർത്തുവിൻ്റെ ഫോണുമുണ്ട്. ആരു, അലറി വിളിച്ചുകൊണ്ട് കീർത്തു ആരുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അകത്ത് സംസാരത്തിലായിരുന്ന അപ്പുവും എഡ്ഡിയും കീർത്തുവിൻ്റെ ഉച്ചത്തിലുള്ള വിളിയും കരയുന്നതും കേട്ട് വെപ്രാളത്തോടെ വാതിൽ തുറന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ കാണുന്നത് ബോധമില്ലാതെ കിടക്കുന്ന ആരുവിനെ മടിയിലേക്ക് കിടത്തി അവളെ തട്ടി വിളിക്കുന്ന കീർത്തുവിനെ ആണ്. ഒരു നിമിഷം രണ്ടുപേരുടെയും നെഞ്ചൊന്ന് പിടഞ്ഞു പോയിരുന്നു. ഓടിച്ചെന്ന് അവൾക്കരികിൽ ഇരിക്കുമ്പോൾ എഡ്ഡിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ആദ്യ, ആദ്യ, എന്താടാ? കണ്ണു തുറക്കടി ആദ്യ. ആരുവിൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് എഡ്ഡി പല പ്രാവശ്യം വിളിച്ചെങ്കിലും അനക്കമില്ലാതെ അവൾ കിടക്കുന്നത് കണ്ടപ്പോൾ മൂവർക്കും പേടി തോന്നി. എന്താ കീർത്തു പറ്റിയത്? എൻ്റെ മോൾക്ക് എന്താ? അപ്പു നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു. ഞാൻ അറിയില്ല അപ്പുവേട്ടാ. ഹാളിൽ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇവൾ. കുറച്ചു നേരമായിട്ടും കാണാതെ വന്നപ്പോൾ ഞാൻ നോക്കാൻ വന്നതായിരുന്നു. അപ്പോഴാണ്. അതും പറഞ്ഞ് കീർത്തു പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പു, നീ വണ്ടി എടുക്ക്, ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോണം. എഡ്ഡി അതും പറഞ്ഞുകൊണ്ട് ആരുവിനെ വാരിയെടുത്ത് അവൻ്റെ നെഞ്ചോട് ചേർത്ത് എഴുന്നേറ്റപ്പോൾ വെപ്രാളത്തോടെ അപ്പു കീ എടുക്കാൻ പോയി. അപ്പോഴേക്കും എഡ്ഡി ആരുവിനെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. കൂടെ കീർത്തുവും. എന്നാൽ റൂമിൽ നിന്ന് കീയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ അപ്പു കീർത്തുവിൻ്റെ ഫോണിൽ എന്തോ ഒരു വീഡിയോ പ്ലേ ആയി കിടക്കുന്നത് കണ്ടപ്പോൾ നിലത്ത് നിന്ന് ഫോൺ എടുത്ത് വീഡിയോ ശ്രദ്ധിക്കാതെ ഫോൺ തൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് ഓടി. അപ്പു താഴെ എത്തുമ്പോൾ കാറിനരികിൽ അവർ എത്തിയിരുന്നു. അങ്ങനെ 3 പേരും കയറിയപ്പോൾ തന്നെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് എടുത്തു. ഇതൊക്കെയും കണ്ടുകൊണ്ട് ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ശില്പ. ആരുവിനെ നെഞ്ചോട് ചേർത്ത് നിന്ന് എഡ്ഡിയെ ഓർത്തപ്പോൾ അവൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിലും താൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നല്ലോ എന്നോർത്തപ്പോൾ സന്തോഷത്തോടെ അവൾ തിരിച്ച് റൂമിലേക്ക് പോയി.